സ്മരണയുമായി ദേവാലയമണി മുഴങ്ങി. കാരുണ്യനാഥന്റെ ബലിവേദിയിൽ മെഴുതിരിനാളങ്ങൾ തിളങ്ങി. കാൽവരി മലയുടെ സ്മരണയുമായി ദേവാലയമണി മുഴങ്ങി. കാരുണ്യനാഥന്റെ ബലിവേദിയിൽ മെഴുതിരിനാളങ്ങൾ തിളങ്ങി. അണയുക ജനമേ, വചനം കേൾക്കാം, ഒരു മനമായി ബലിയർപ്പിച്ചിടാം. അണയുക ജനമേ, വചനം കേൾക്കാം, ഒരു മനമായി ബലിയർപ്പിച്ചിടാം. നിൻ തിരുമുറിവിൽ നിന്നൊഴുകി വരും തിരുച്ചോരയാൽ എന്നെ കഴുകണമേ. നിൻ തിരുമുറിവിൽ നിന്നൊഴുകി വരും തിരുച്ചോരയാൽ എന്നെ കഴുകണമേ. നിന്മരക്കുരിശിൽ ചാരി ഞാനും നിന്നിഴൽ തേടിയണഞ്ഞിടുന്നു. നിന്മരക്കുരിശിൽ ചാരി ഞാനും നിന്നിഴൽ തേടിയണഞ്ഞിടുന്നു. അണയുക ജനമേ, വചനം കേൾക്കാം, ഒരു മനമായി ബലിയർപ്പിച്ചിടാം. അണയുക ജനമേ, വചനം കേൾക്കാം, ഒരു മനമായി ബലിയർപ്പിച്ചിടാം. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ. നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിൻ്റെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ സംസർഗവും നിങ്ങളോട് കൂടെ അങ്ങേ ആത്മാവോടും കൂടെ. ഈശോയിൽ സ്നേഹം നിറഞ്ഞവരെ, ആഗോളസഭ അപ്പസ്തോലനായ വിശുദ്ധ യാക്കോബിൻ്റെ തിരുനാൾ ആചരിക്കുന്ന ദിവസമാണ് ഇന്ന്. ആരാണ് ഒരു ക്രിസ്ത്യാനി എന്നുള്ള ചോദ്യത്തിൻ്റെ ഉത്തരം കാലിത്തൊഴുത്തിൽ നിന്നും കാൽവരിയിലേക്കുള്ള ദൂരം കുറച്ചു കൊണ്ടുവരുന്നവനാണ്, അല്ലെങ്കിൽ മാമോദിസായിലൂടെ ക്രിസ്ത്യാനിയായി ജനിക്കുന്ന ഒരുവൻ ക്രിസ്തുവായി ജീവിച്ച് മരിക്കുന്നതിൻ്റെ ദൂരമാണ്. ഈ ഒരു സാക്ഷ്യമാണ് അപ്പസ്തോലനായ വിശുദ്ധ യാക്കോബ് ശ്ലീഹ നമുക്കിന്ന് കാണിച്ചു തരുന്നത്. അപ്പസ്തോലന്മാരിൽ ആദ്യമായി രക്തസാക്ഷിത്വം വരിക്കുന്നത് യാക്കോബ് ശ്ലീഹയാണ്. വിശുദ്ധ അഗസ്തീനോസ് പറയുന്നുണ്ട്, അല്ലയോ ക്രിസ്ത്യാനി, നീ എവിടേക്ക് പോകുന്നോ അത് നിൻ്റെ പാദങ്ങളല്ല, ക്രിസ്തുവിൻ്റെ പാദങ്ങളാണ്. നീ എന്തെല്ലാം സംസാരിക്കുന്നോ അത് നിൻ്റെ അധരങ്ങളല്ല, ക്രിസ്തുവിൻ്റെ അധരങ്ങളാണ്. അല്ലയോ ക്രിസ്ത്യാനി, നീ എന്തൊക്കെ പ്രവർത്തിക്കുന്നോ അത് നിൻ്റെ കരങ്ങളല്ല, ക്രിസ്തുവിൻ്റെ കരങ്ങളാണ്. ഒരു ക്രിസ്ത്യാനി എവിടെയൊക്കെയുണ്ടോ അവിടെ ക്രിസ്തുവുമുണ്ട്. അങ്ങനെ ജന്മം മാമോദിസായിലൂടെ ക്രിസ്ത്യാനിയായി ജനിക്കുന്ന നമുക്കെല്ലാവർക്കും ക്രിസ്തുവായി ജീവിച്ച് മരിക്കാനുള്ള വലിയൊരു പ്രചോദനം അപ്പസ്തോലനായ വിശുദ്ധ യാക്കോബ് ശ്ലീഹ നമുക്ക് നൽകുന്നു. വിശുദ്ധ യാക്കോബ് ശ്ലീഹയുടെ തിരുനാൾ ആചരിക്കുമ്പോൾ നമുക്കും പ്രാർത്ഥിക്കാം, നമ്മുടെ വാക്കിൽ, പ്രവൃത്തിയിൽ, ചിന്തയിലൊക്കെ നാം ആയിരിക്കുന്ന എല്ലാ മേഖലകളിലും ക്രിസ്തുവിനെ അനുധാവനം ചെയ്യുവാൻ, അങ്ങനെ എന്നിൽ ക്രിസ്തു രൂപപ്പെടുവാൻ പൗലോസ് അപ്പോസ്തലൻ നമ്മെ ഓർമ്മിപ്പിക്കുന്നത് പോലെ ഇനി ക്രിസ്തുവാണ് എന്നിൽ, ആ ക്രിസ്തുവായി മാറാനുള്ള വലിയ കൃപ യാചിച്ചുകൊണ്ട് ഈ തിരുനാൾ ദിനത്തിൽ വിശുദ്ധ യാക്കോബ് ശ്ലീഹായുടെ വലിയ ആ സാക്ഷ്യത്തിന് അനുകരിച്ചുകൊണ്ട് വിശുദ്ധ യാക്കോബിൻ്റെ മധ്യസ്ഥം അപേക്ഷിച്ചുകൊണ്ടും നമുക്ക് ഈ ബലിയിൽ പ്രാർത്ഥിക്കാം. സഹോദരരെ, ദിവരഹസ്യങ്ങൾ കൊണ്ടാടുന്നതിന് നാം യോഗ്യരാകേണ്ടതിന് നമ്മുടെ പാപങ്ങൾ ഏറ്റുപറയാം. സർവശക്തനായ ദൈവത്തോടും സഹോദരരെ നിങ്ങളോടും ഞാൻ ഏറ്റുപറയുന്നു, എന്തെന്നാൽ വിചാരത്താലും വാക്കാലും പ്രവൃത്തിയാലും ഉപേക്ഷയാലും ഞാൻ വളരെയേറെ പാപം ചെയ്തു പോയി. എൻ്റെ പിഴ, എൻ്റെ വലിയ പിഴ. ആകയാൽ നിത്യകന്യകയായ പരിശുദ്ധ മറിയത്തോടും എല്ലാ മാലാഖമാരോടും വിശുദ്ധരോടും സഹോദരരെ നിങ്ങളോടും ഞാൻ അപേക്ഷിക്കുന്നു, എനിക്ക് വേണ്ടി
നമ്മുടെ കർത്താവായ ദൈവത്തോട് പ്രാർത്ഥിക്കണമേ. സർവശക്തനായ ദൈവം കനിഞ്ഞ് നമ്മുടെ പാപങ്ങൾ പുറത്ത് നമ്മെ നിത്യജീവിതത്തിലേക്ക് നയിക്കുമാറാകട്ടെ. ആമേൻ. കർത്താവേ കനിയണമേ, കർത്താവേ കനിയണമേ, ക്രിസ്തുവേ കനിയണമേ, ക്രിസ്തുവേ കനിയണമേ, കർത്താവേ കനിയണമേ, കർത്താവേ കനിയണമേ. അത്യുന്നതങ്ങളിൽ ദൈവത്തിന് മഹത്വം, ഭൂമിയിൽ സന്മനസ്സുള്ള മനുഷ്യർക്ക് സമാധാനവും. കർത്താവായ ദൈവമേ, സ്വർഗീയ രാജാവേ, സർവശക്തനായ ദൈവപിതാവേ, അങ്ങയെ ഞങ്ങൾ സ്തുതിക്കുന്നു, അങ്ങയെ ഞങ്ങൾ വാഴ്ത്തുന്നു, അങ്ങയെ ഞങ്ങൾ ആരാധിക്കുന്നു, അങ്ങയെ ഞങ്ങൾ മഹത്വപ്പെടുത്തുന്നു. അങ്ങയെ മഹാമഹിമയ്ക്കായി ഞങ്ങൾ നന്ദി പറയുന്നു. യേശുക്രിസ്തുവേ, ജാതനായ ഏകപുത്രനായ കർത്താവേ, കർത്താവായ ദൈവമേ, ദൈവത്തിൻ്റെ കുഞ്ഞാടെ, പിതാവിൻ്റെ പുത്ര, ലോകത്തിൻ്റെ പാപങ്ങൾ നീക്കുന്ന അങ്ങ് ഞങ്ങളിൽ കനിയണമേ. ലോകത്തിൻ്റെ പാപങ്ങൾ നീക്കുന്ന അങ്ങ് ഞങ്ങളുടെ പ്രാർത്ഥന കൈക്കൊള്ളണമേ. പിതാവിൻ്റെ വലത് ഭാഗത്തിരിക്കുന്ന അങ്ങ് ഞങ്ങളിൽ കനിയണമേ. എന്തെന്നാൽ അങ്ങ് മാത്രം പരിശുദ്ധൻ, അങ്ങ് മാത്രം കർത്താവ്, അങ്ങ് മാത്രം അത്യുന്നതൻ. യേശുക്രിസ്തുവേ, പരിശുദ്ധാത്മാവോട് കൂടെ പിതാവായ ദൈവത്തിൻ്റെ മഹത്വത്തിൽ. ആമേൻ. നമുക്ക് പ്രാർത്ഥിക്കാം. സർവശക്തനും നിത്യനുമായ ദൈവമേ, വിശുദ്ധ യാക്കോബിൻ്റെ രക്തത്താൽ അങ്ങേ അപ്പോസ്തലന്മാരുടെ ആദ്യ ഫലങ്ങൾ അങ്ങ് പവിത്രീകരിച്ചുവല്ലോ. അദ്ദേഹത്തിൻ്റെ വിശ്വാസ പ്രഖ്യാപനത്തിലൂടെ അങ്ങേ സഭ ശക്തിപ്പെടുവാനും അദ്ദേഹത്തിൻ്റെ മധ്യസ്ഥ സഹായത്താൽ നിരന്തരം പരിപോഷിപ്പിക്കപ്പെടുവാനും അനുഗ്രഹിക്കണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. അങ്ങയോടുകൂടെ പരിശുദ്ധാത്മാവുമായുള്ള ഐക്യത്തിൽ എന്നെന്നും ദൈവമായി ജീവിച്ചു വാഴുന്ന ഞങ്ങളുടെ കർത്താവും അങ്ങയുടെ പുത്രനുമായ യേശുക്രിസ്തു വഴി ഞങ്ങൾ സമർപ്പിക്കുന്ന പ്രാർത്ഥന കേട്ടരുളയണമേ. ആമേൻ. വിശുദ്ധ പൗലോസ് അപ്പോസ്തലൻ കൊറിന്ത്യർക്ക് എഴുതിയ 2-ാം ലേഖനം 4-ാം അധ്യായം 7 മുതൽ 15 വരെയുള്ള വാക്യങ്ങൾ. സഹോദരരെ, പ്രേക്ഷിതത്വത്തിൻ്റെ മഹാശക്തി നിങ്ങളുടേതല്ല, ദൈവത്തിൻ്റെ അത്രേ എന്ന് കാണിക്കാൻ വേണ്ടി ഈ നിക്ഷേപം മൺപാത്രത്തിലാണ് നിങ്ങൾ സംഭവിക്കുന്നത്. എല്ലാവിധത്തിലും നിങ്ങൾ കഷ്ടതകൾ സഹിച്ചുകൊണ്ടിരിക്കുന്നു. എങ്കിലും ഞങ്ങൾക്ക് കൂസലില്ല. ഞങ്ങൾ ഞെരുക്കങ്ങൾ സഹിക്കുന്നു, എങ്കിലും നിരാശരാകുന്നില്ല. ഞങ്ങൾ പീഡിപ്പിക്കപ്പെടുന്നു, എങ്കിലും നിലാരംഭരല്ല. ഞങ്ങളെ തട്ടിമറിച്ചിടുന്നു, എങ്കിലും ഞങ്ങൾ നശിക്കുന്നില്ല. ഈശോയുടെ ജീവിതം ഞങ്ങളുടെ ശരീരത്തിൽ പ്രത്യക്ഷപ്പെടാൻ വേണ്ടി അവിടുത്തെ മരണം ഞങ്ങൾ ശരീരത്തിൽ സദാ സംഭവിക്കുന്നു. ജീവിച്ചിരിക്കുന്ന ഞങ്ങളുടെ മർദ്ദ ശരീരത്തിൽ ഈശോയുടെ ജീവിതം പ്രത്യക്ഷപ്പെടാൻ വേണ്ടി ഈശോയെ പ്രതി സദാ മരണത്തിന് ഞങ്ങൾ ഏൽപ്പിക്കപ്പെടുന്നു. അങ്ങനെ ഞങ്ങളിൽ മരണവും നിങ്ങളിൽ ജീവനും പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നു. ഞാൻ വിശ്വസിച്ചു, അതിനാൽ ഞാൻ സംസാരിച്ചു എന്ന് എഴുതപ്പെട്ടിരിക്കുന്നത് പോലെ വിശ്വാസത്തിൻ്റെ ചൈതന്യം നിങ്ങൾക്കുള്ളതിനാൽ ഞങ്ങൾ വിശ്വസിക്കുന്നതിൻ്റെ നിമിത്തം നിങ്ങൾ സംസാരിക്കുന്നു. നമ്മുടെ ദൈവമായ ഈശോയെ ഉയർപ്പിച്ചാൽ നിങ്ങളെയും ഈശോയോടുകൂടെ ഉയർപ്പിച്ച് നിങ്ങളോടൊപ്പം തിരുസന്നിധിയിൽ നിർത്തുമെന്ന് ഞങ്ങൾക്കറിയാം. സർവവും നിങ്ങൾക്ക് വേണ്ടിയാണ്. അനേകരിൽ സമൃദ്ധമായി ചൊരിയപ്പെടുന്ന കൃപനിമിത്തം അവർ ദൈവമഹത്വത്തിൽ പരമാവധി നന്ദി പ്രകടിപ്പിക്കുമാറാകട്ടെ. കർത്താവിൻ്റെ വചനം. ദൈവത്തിനു നന്ദി. പ്രതിവചന സങ്കീർത്തനം. കണ്ണുനീരോടെ വിതയ്ക്കുന്നവർ ജയസന്തോഷത്തോടെ കൊയ്യുന്നു. കണ്ണുനീരോടെ വിതയ്ക്കുന്നവർ ജയസന്തോഷത്തോടെ കൊയ്യുന്നു. ജയസന്തോഷത്തോടെ കൊയ്യുന്നു. കർത്താവ് അടിമകളെ സിയോണിലേക്ക് മടക്കിക്കൊണ്ടുവരുന്നപ്പോൾ കർത്താവ് സ്വപ്നം കാണുന്നവരെ പോലെ ആയിരുന്നു. അന്ന് ഞങ്ങളുടെ അധരങ്ങളിൽ പുഞ്ചിരി നിറഞ്ഞിരുന്നു, ഞങ്ങളുടെ നാവുകളിൽ ആർപ്പുകൾ നിറഞ്ഞിരുന്നു. കണ്ണുനീരോടെ വിതയ്ക്കുന്നവർ ജയസന്തോഷത്തോടെ കൊയ്യുന്നു. കർത്താവ് വൻ കാര്യങ്ങൾ അവർക്ക് ചെയ്തിരിക്കുന്നു എന്ന് വിജാതിയർ പരസ്പരം പറഞ്ഞു. കർത്താവ് വൻ കാര്യങ്ങൾ ഞങ്ങൾക്കായി ചെയ്തിട്ടുണ്ട്, അതിനാൽ ഞങ്ങൾ സന്തോഷിക്കുന്നു. കണ്ണുനീരോടെ വിതയ്ക്കുന്നവർ ജയസന്തോഷത്തോടെ കൊയ്യുന്നു.
തെക്കൻ മരുഭൂമികളിലെ നീർച്ചാളിലെ പോലെ കർത്താവ് ഞങ്ങളുടെ മാർഗധേയങ്ങൾ പുനരാഗമിപ്പിക്കണമേ. കണ്ണുനീരോടെ വിതയ്ക്കുന്നവർ ജയസന്തോഷത്തോടെ കൊയ്യുന്നു. കരഞ്ഞുകൊണ്ട് അവർ വിതയ്ക്കാനുള്ള വിത്തും ചുമന്നു പോകുന്നു. ആനന്ദവായ്പോടെ കറ്റയും ചുമന്ന് അവർ തിരികെ വരുന്നു. കണ്ണുനീരോടെ വിതയ്ക്കുന്നവർ ജയസന്തോഷത്തോടെ കൊയ്യുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. കർത്താവ് അരുൾ ചെയ്യുന്നു, നിങ്ങൾ പോയി ഫലം പുറപ്പെടുവിക്കുന്നതിന്, നിങ്ങളുടെ ഫലം നിലനിൽക്കുന്നതിന് വേണ്ടി ഞാൻ നിങ്ങളെ തിരഞ്ഞെടുത്തിരിക്കുന്നു. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. കർത്താവ് നിങ്ങളോട് കൂടെ, അങ്ങേ ആത്മാവോടും കൂടെ. മത്തായി എഴുതിയ വിശുദ്ധ സുവിശേഷത്തിൽ നിന്നുള്ള വായന. കർത്താവേ, അങ്ങേക്ക് മഹത്വം. അക്കാലത്ത് സെബദി പുത്രന്മാരുടെ മാതാവ് സ്വപുത്രന്മാരോട് കൂടെ ഈശോയുടെ സന്നിധിയിലെത്തി പ്രണമിച്ചുകൊണ്ട് യാചിച്ചു. അവൾക്ക് എന്താണ് വേണ്ടതെന്ന് ഈശോ ചോദിച്ചപ്പോൾ അവൾ അവിടത്തോട് ഉണർത്തിച്ചു, അങ്ങയുടെ രാജ്യത്ത് എൻ്റെ ഈ 2 പുത്രന്മാരിൽ ഒരാൾ അങ്ങയുടെ വലത്തുവശത്തും അപരൻ അങ്ങയുടെ ഇടത്തുവശത്തും ഉപവിഷ്ടരാകാൻ കൽപ്പിക്കണമേ. ഈശോ അരുൾ ചെയ്തു, നിങ്ങൾ എന്താണ് ചോദിക്കുന്നതെന്ന് നിങ്ങൾക്ക് തന്നെ അറിഞ്ഞുകൂടാ. ഞാൻ കുടിക്കാൻ പോകുന്ന പാനപാത്രത്തിൽ നിന്ന് നിങ്ങൾക്ക് കുടിക്കാൻ കഴിയുമോ? കഴിയും, അവർ ഉത്തരം നൽകി. അപ്പോൾ അവിടുന്ന് അരുൾ ചെയ്തു, എൻ്റെ പാനപാത്രത്തിൽ നിന്ന് നിശ്ചയമായും നിങ്ങൾ കുടിക്കും. എന്നാൽ എൻ്റെ വലതുവശത്തും ഇടതുവശത്തും ഇരിക്കാനുള്ള വരം നിങ്ങൾക്ക് നൽകേണ്ടത് ഞാനല്ല, അത് എൻ്റെ പിതാവ് ആർക്കായി സജ്ജമാക്കിയിരിക്കുന്നോ അവർക്കത്രേ അത് ലഭിക്കുക. ഇത് കേട്ടിട്ട് അവരോട് ശേഷം 10 പേർക്കും അമർഷം തോന്നി. ഈശോ അവരെ തൻ്റെ അടുക്കൽ വിളിച്ച് അരുൾ ചെയ്തു, വിജാതീയരുടെ ഭരണാധികാരികൾ അവരുടെ മേൽ സ്വേച്ഛാപ്രഭുത്വം നടത്തുന്നുവെന്നും അവരിൽ പ്രമുഖർ താണവരുടെ മേൽ അധികാരം പ്രയോഗിക്കുന്നുവെന്നും നിങ്ങൾക്കറിയാമല്ലോ. എന്നാൽ നിങ്ങളുടെ ഇടയിൽ അങ്ങനെയായിരിക്കരുത്. നിങ്ങളിൽ പ്രമുഖനാകാൻ ഇച്ഛിക്കുന്നവൻ നിങ്ങളുടെ ശുശ്രൂഷകനാകണം. നിങ്ങളിൽ ഒന്നാമനാകാൻ ആഗ്രഹിക്കുന്നവൻ നിങ്ങളുടെ ദാസനാകണം. മനുഷ്യപുത്രൻ ശുശ്രൂഷിക്കപ്പെടുവാനല്ല, പ്രത്യുത ശുശ്രൂഷിക്കുവാനും അനേകർക്ക് വേണ്ടി തൻ്റെ ജീവൻ വിലയായി കൊടുക്കാനും അത്രേ വന്നിട്ടുള്ളത്. കർത്താവിൻ്റെ സുവിശേഷം. ക്രിസ്തുവേ, അങ്ങേക്ക് സ്തുതി. സുവിശേഷ വചനങ്ങൾ നമ്മുടെ പാപങ്ങൾ നീക്കം ചെയ്യുമാറാകട്ടെ. ആമേൻ. കൈകളിലിത്തിരി പൂക്കളുമായി, കരളിൽ ഒത്തിരി കണ്ണീരുമായി, ഒരുമിച്ചു ഞങ്ങൾ കാഴ്ചയണയ്ക്കുന്നു. കരുണാമയൻ ഇതു കൈക്കൊള്ളുമോ? കൈകളിലിത്തിരി പൂക്കളുമായി, കരളിൽ ഒത്തിരി കണ്ണീരുമായി, ഒരുമിച്ചു ഞങ്ങൾ കാഴ്ചയണയ്ക്കുന്നു. കരുണാമയൻ ഇതു കൈക്കൊള്ളുമോ? ആബേൽ
നൽകിയ ബലി പോലെ ഞങ്ങളും ആത്മാവ് ദാനമായി നൽകുമല്ലോ. ആബേൽ നൽകിയ ബലി പോലെ ഞങ്ങളും ആത്മാവ് ദാനമായി നൽകുമല്ലോ. കനിവോടെ കൈക്കൊണ്ടു പരമെന്നു നൽകിടാൻ കഥനങ്ങളൊഴിഞ്ഞിടാൻ കൃപയേകിടൂ. കൈകളിലിത്തിരി പൂക്കളുമായി കരളിൽ ഒത്തിരി കണ്ണീരുമായി ഒരുമിച്ചു ഞങ്ങൾ കാഴ്ചയണയ്ക്കുന്നു. കരുണാമയൻ ഇതു കൈക്കൊള്ളുമോ? പ്രിയ സഹോദരരെ, എൻ്റെയും നിങ്ങളുടെയും ഈ ബലി സർവശക്തനും പിതാവുമായ ദൈവത്തിന് സ്വീകാര്യമാകുവാൻ വേണ്ടി നിങ്ങൾ പ്രാർത്ഥിക്കുവിൻ. കർത്താവ് തൻ്റെ നാമത്തിൻ്റെ സ്തുതിക്കും മഹിമയ്ക്കും നമ്മുടെയും അവിടുത്തെ തിരുസഭ മുഴുവൻ്റെ നന്മയ്ക്കുമായി അങ്ങേ കരങ്ങളിൽ നിന്ന് ഈ ബലി സ്വീകരിക്കുമാറാകട്ടെ. കർത്താവെ, അങ്ങേ പുത്രൻ്റെ പീഠാസഹനത്തിൻ്റെ രക്ഷാകരമായ ജ്ഞാനസ്നാനത്താൽ ഞങ്ങളെ ശുദ്ധീകരിക്കണമേ. അങ്ങനെ അപ്പോസ്തലന്മാരുടെ ഇടയിൽ നിന്ന് ആദ്യമായി അവിടുത്തെ പാനപാത്രത്തിൽ പങ്കുചേരുവാൻ അങ്ങ് തിരുവുള്ളമായ വിശുദ്ധ യാക്കോബിൻ്റെ തിരുനാളിൽ അങ്ങേക്ക് പ്രീതികരമായ ബലി ഞങ്ങൾ അർപ്പിക്കുമാറാകട്ടെ. ഞങ്ങളുടെ കർത്താവായ ക്രിസ്തു വഴി ഞങ്ങൾ സമർപ്പിക്കുന്ന പ്രാർത്ഥന കേട്ടരുള്ളണമേ. ആമേൻ. കർത്താവ് നിങ്ങളോട് കൂടെ, അങ്ങേ ആത്മാവോടും കൂടെ. ഹൃദയങ്ങൾ ഉയർത്തുവിൻ. കർത്താവിലേക്ക് ഞങ്ങൾ ഉയർത്തിയിരിക്കുന്നു. നമ്മുടെ കർത്താവായ ദൈവത്തിന് നന്ദി പ്രകാശിപ്പിക്കാം. അത് ഉചിതവും ന്യായവും അത്രേ. കർത്താവേ, പരിശുദ്ധനായ പിതാവേ, സർവശക്തനും നിത്യനുമായ ദൈവമേ, എങ്ങും എപ്പോഴും അങ്ങേക്ക് ഞങ്ങൾ കൃതജ്ഞത അർപ്പിക്കുന്നത് യഥാർത്ഥത്തിൽ ഉചിതവും ന്യായവും യോഗ്യവും രക്ഷാകരവുമാണല്ലോ. നിത്യടേനായ ദൈവമേ, അങ്ങേ അജഗണത്തെ അങ്ങ് ഉപേക്ഷിക്കുന്നില്ല. മറിച്ച് ധനരായ അപ്പസ്തോലന്മാർ വഴി നിരന്തരം സംരക്ഷണം നൽകി അങ്ങ് കാത്തുപാലിക്കുന്നു. അങ്ങനെ അതേ പാലകന്മാരാൽ നയിക്കപ്പെട്ട് അങ്ങേ പുത്രൻ്റെ പ്രതിപുരുഷന്മാരായ ഇടയന്മാരായി നയിക്കുവാൻ അവരെ തന്നെ അജഗണത്തിനങ്ങ് നൽകി. ആകയാൽ ദൂതന്മാർ, മുഖ്യദൂതന്മാർ, ഭദ്രാസനന്മാർ, അധീശന്മാർ തുടങ്ങിയ സ്വർഗീയ സൈന്യത്തിൻ്റെ എല്ലാ വൃന്ദങ്ങളോടുമൊത്ത് അങ്ങേ മഹത്വം പ്രകീർത്തിച്ച് ഞങ്ങൾ അവിരാമം ആലപിക്കുന്നു. പരിശുദ്ധൻ, പരിശുദ്ധൻ, പരിശുദ്ധൻ. സൈന്യങ്ങൾ തൻ കർത്താവ ദൈവം പരിശുദ്ധൻ, ദൈവം പരിശുദ്ധൻ. നിരുപമങ്ങേ മഹിമകളാ നിറഞ്ഞു മഹി വിണ്ടലവും. ഹോസാന, ഹോസാന, അത്യുന്നതങ്ങളിൽ ഹോസാന. കർത്താവിൻ തിരുനാമത്തിൽ വരുവോനേറ്റം ധന്യനുമാ. ഹോസാന, ഹോസാന, അത്യുന്നതങ്ങളിൽ ഹോസാന. ഹോസാന, ഹോസാന, അത്യുന്നതങ്ങളിൽ ഹോസാന. നമ്മുടെ എല്ലാ നിയോഗങ്ങളും ഈ സമയം അൾത്താരയിലേക്ക് സമർപ്പിക്കാം. വളരെ പ്രത്യേകമായി സന്താന സൗഭാഗ്യത്തിനായിട്ട് പ്രാർത്ഥന ചോദിക്കുന്നവരെ സമർപ്പിക്കുന്നു. വിവാഹപ്രായമായിട്ടും അനുയോജ്യരായ ജീവിത പങ്കാളിയെ ലഭിക്കാതിരിക്കുന്നവരുണ്ട്. കുടുംബത്തിൻ്റെ ഏക വരുമാനമായ ജോലി പെട്ടെന്ന് നഷ്ടപ്പെട്ടു പോയ വ്യക്തികൾ നമുക്ക് ചുറ്റിലുമുണ്ട്. സ്വന്തമായിട്ട് ഒരു ഭവനം എന്ന സ്വപ്നം പൂർത്തീകരിക്കാനായിട്ട് അതിൻ്റെ പിറകെ ഉദ്യമിക്കുന്നവരുണ്ട്. ഈ നിയോഗങ്ങളെല്ലാം ഈ അപ്പത്തിൻ്റെയും വീഞ്ഞിൻ്റെയും ഒപ്പം സമർപ്പിച്ച് കൂദാശ വചനങ്ങളാൽ ഈ നിയോഗങ്ങളൊക്കെ അനുഗ്രഹങ്ങളാക്കി മാറ്റുവാനുള്ള കൃപ യാചിച്ചുകൊണ്ട് സ്തോത്രയാഗ കർമ്മത്തിൽ നമുക്ക് പങ്കുചേരാം. കർത്താവേ,
സർവവിശുദ്ധിയുടെയും ഉറവിടമായ അങ്ങ് സത്യമായും പരിശുദ്ധനാകുന്നു. ആകയാൽ അങ്ങേ ആത്മാവാൽ മഞ്ഞുകണം പോലെ ഈ കാണിക്കകൾ പവിത്രമാക്കണമേ. അങ്ങനെ ഞങ്ങൾക്കായി ഇവ ഞങ്ങളുടെ കർത്താവായ യേശുക്രിസ്തുവിൻ്റെ ശരീരവും രക്തവുമായി തീരുമാറാകട്ടെ. അവിടുന്ന് ഒറ്റിക്കൊടുക്കപ്പെട്ട് സുമനസാലെ പീഡകൾ സഹിച്ചപ്പോൾ അപ്പമെടുത്ത് കൃതജ്ഞത പ്രകാശിപ്പിച്ച് മുറിച്ച് തൻ്റെ ശിഷ്യന്മാർക്ക് കൊടുത്തുകൊണ്ട് അരുൾ ചെയ്തു, എല്ലാവരും ഇതിൽ നിന്ന് വാങ്ങി ഭക്ഷിക്കുവിൻ. എന്തെന്നാൽ ഇത് നിങ്ങൾക്ക് വേണ്ടി അർപ്പിക്കുവാനിരിക്കുന്ന എൻ്റെ ശരീരമാകുന്നു. അപ്രകാരം അത്താഴം കഴിഞ്ഞ് പാനപാത്രമെടുത്ത് വീണ്ടും അങ്ങേക്ക് കൃതജ്ഞത പ്രകാശിപ്പിച്ച് തൻ്റെ ശിഷ്യന്മാർക്ക് കൊടുത്തുകൊണ്ട് അരുൾ ചെയ്തു, എല്ലാവരും വാങ്ങി ഇതിൽ നിന്ന് കുടിക്കുവിൻ. എന്തെന്നാൽ ഇത് നിങ്ങൾക്ക് വേണ്ടിയും അനേകർക്ക് വേണ്ടിയും പാപമോചനത്തിനായി ചിന്തപ്പെടാനിരിക്കുന്ന എൻ്റെ രക്തത്തിൻ്റെ നവീനവും സനാതനവുമായ ഉടമ്പടിയുടെ പാനപാത്രമാകുന്നു. ഇത് നിങ്ങൾ എൻ്റെ ഓർമ്മയ്ക്കായി ചെയ്യുവിൻ. വിശ്വാസത്തിൻ്റെ രഹസ്യം. കർത്താവെ, അങ്ങ് വീണ്ടും വരുന്നതുവരെ അങ്ങേ മരണം ഞങ്ങൾ പ്രഖ്യാപിക്കുന്നു, അങ്ങ് ഉയർപ്പ് ഞങ്ങൾ ഏറ്റുപറയുന്നു. ആകയാൽ കർത്താവെ, അവിടുത്തെ മരണവും ഉയർപ്പും ഓർത്തുകൊണ്ട് അങ്ങേ തിരുമുമ്പിൽ നിൽക്കുന്നതിനും അങ്ങയെ പരിചരിക്കുന്നതിനും അർഹരാക്കി തീർത്തതിന് ഞങ്ങൾ നന്ദി പറഞ്ഞുകൊണ്ട് ജീവൻ്റെ അപ്പവും രക്ഷയുടെ പാനപാത്രവും ഞങ്ങൾ അങ്ങേക്ക് അർപ്പിക്കുന്നു. ക്രിസ്തുവിൻ്റെ ശരീരത്തിലും രക്തത്തിലും പങ്കുചേരുന്ന ഞങ്ങളെ പരിശുദ്ധാത്മാവിൽ ഒന്നായി ചേർക്കണമെന്ന് താഴ്മയോടെ ഞങ്ങൾ അപേക്ഷിക്കുന്നു. കർത്താവെ, ലോകമെങ്ങും വ്യാപിച്ചു കിടക്കുന്ന അങ്ങേ സഭയെ ഓർക്കണമേ. ഞങ്ങളുടെ ഫ്രാൻസിസ് പാപ്പയോടും ഞങ്ങളുടെ അതിരൂപത അധ്യക്ഷനായ ജോസഫ് മെത്രാപ്പൊലീത്തയോടും വൈദിക ഗണത്തോടുമൊത്ത് സഭയെ അങ്ങ് സ്നേഹത്തിൻ്റെ പൂർണ്ണതയിൽ എത്തിക്കണമേ. ഉയർപ്പിൻ്റെ പ്രത്യാശയോടെ നിദ്രകൊള്ളുന്ന ഞങ്ങളുടെ സഹോദരങ്ങളെയും അങ്ങേ കാരുണ്യത്തിൽ മരണമടഞ്ഞ സകലരെയും അങ്ങ് ഓർക്കുകയും അങ്ങേ മുഖത്തിൻ്റെ പ്രകാശത്തിലേക്ക് അവരെ സ്വീകരിക്കുകയും ചെയ്യണമേ. ഞങ്ങളിൽ എല്ലാവരിലും കനിയണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. അങ്ങനെ ദൈവമാതാവായ പരിശുദ്ധ കന്യക മറിയത്തോടും ആ കന്യകയുടെ ഭർത്താവായ ഭാഗ്യപ്പെട്ട യൗസേപ്പിനോടും അനുഗ്രഹീതരായ അപ്പൊസ്തലന്മാരോടും വിശിഷ്യ ഇന്നത്തെ തിരുനാളിന് കാരണബോധനും അപ്പൊസ്തലനുമായ വിശുദ്ധ യാക്കോബിനോടും കാലാകാലങ്ങളിൽ അങ്ങയെ പ്രസാദിപ്പിച്ച സകല വിശുദ്ധരോടുമൊത്ത് നിത്യജീവനിൽ പങ്കുചേരുവാൻ ഞങ്ങളെ അർഹരാക്കുകയും അങ്ങേ പുത്രനായ യേശുക്രിസ്തു വഴി ഞങ്ങൾ അങ്ങയെ സ്തുതിക്കുകയും മഹത്വപ്പെടുത്തുകയും ചെയ്യുമാറാകട്ടെ. ക്രിസ്തുവിലൂടെ, ക്രിസ്തുവിനോട് കൂടെ, ക്രിസ്തുവിൽ തന്നെ സർവശക്തനായ ദൈവവും പിതാവുമായ അങ്ങേയ്ക്ക് പരിശുദ്ധാത്മാവുമായുള്ള ഐക്യത്തിൽ എല്ലാ ബഹുമതിയും മഹത്വവും എന്നും എന്നേക്കും. ആമേൻ. രക്ഷാകരമായ കൽപ്പനകളാൽ ഉദ്ബോധിതരായും ദിവ്യോപദേശത്താൽ രൂപവൽകൃതരായും നിർഭയം നമുക്ക് ഏറ്റുചൊല്ലാം. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ. അങ്ങയുടെ രാജ്യം വരണമേ. അങ്ങയുടെ തിരുമനസ്സ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. അന്നു വേണ്ട ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോട് ക്ഷമിക്കണമേ.
ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ, തിന്മയിൽ ഞങ്ങളെ രക്ഷിക്കണമേ. കർത്താവേ, എല്ലാ തിന്മകളിൽ നിന്നും ഞങ്ങളെ മോചിപ്പിക്കണമേ. ഞങ്ങളുടെ ദിനങ്ങളിൽ സമാധാനം കനിവാർന്ന് നൽകണമേ. അനുഗ്രഹപൂർണമായ പ്രത്യാശയും ഞങ്ങളുടെ രക്ഷകനായ യേശുക്രിസ്തുവിൻ്റെ ആഗമനവും പ്രതീക്ഷിച്ചുകൊണ്ട് അങ്ങേ കരുണയുടെ സഹായത്താൽ ശക്തി പ്രാപിച്ച് ഞങ്ങളെപ്പോഴും പാപത്തിൽ നിന്ന് മോചിതരാവുകയും എല്ലാ വിപത്തുകളിൽ നിന്നും സുരക്ഷിതരാവുകയും ചെയ്യുമാറാകട്ടെ. എന്തുകൊണ്ടെന്നാൽ രാജ്യവും ശക്തിയും മഹത്വവും എന്നേക്കും അങ്ങയുടേതാകുന്നു. സമാധാനം ഞാൻ നിങ്ങൾക്ക് നൽകുന്നു, എൻ്റെ സമാധാനം നിങ്ങൾക്ക് ഞാൻ തരുന്നു എന്നങ്ങ് അപ്പോസ്തലന്മാരോട് അരുൾ ചെയ്ത കർത്താവായ യേശുക്രിസ്തുവേ, ഞങ്ങളുടെ പാപങ്ങളല്ല പിന്നെയോ അങ്ങേ സഭയുടെ വിശ്വാസം തൃക്കൺ പാർത്ത് അങ്ങേ തിരുവുള്ളമനുസരിച്ച് തിരുസഭയ്ക്ക് സമാധാനവും ഐക്യവും നൽകുവാൻ കനിയണമേ. എന്നെന്നും ജീവിക്കുകയും വാഴുകയും ചെയ്യുന്ന അങ്ങ് ഈ പ്രാർത്ഥന കേട്ടരുളയണമേ. ആമേൻ. കർത്താവിൻ്റെ സമാധാനം നിങ്ങളോട് കൂടെ എപ്പോഴും ഉണ്ടായിരിക്കട്ടെ. അങ്ങേ ആത്മാവോടും കൂടെ. നിങ്ങൾ പരസ്പരം സമാധാനം ആശംസിക്കുവിൻ. ക്രിസ്തുമസ്. ലോകത്തിൻ പാപങ്ങൾ നീക്കിടും ദൈവത്തിൻ കുഞ്ഞാടെ ഞങ്ങളിൽ നീ കനിയേണമേ. ലോകത്തിൻ പാപങ്ങൾ നീക്കിടും ദൈവത്തിൻ കുഞ്ഞാടെ ഞങ്ങളിൽ നീ കനിയേണമേ. ലോകത്തിൻ പാപങ്ങൾ നീക്കിടും ദൈവത്തിൻ കുഞ്ഞാടെ ഞങ്ങൾക്കു ശാന്തി നൽകണമേ. ക്രിസ്തുവേ, ജീവസ്വരൂപനായ ദൈവത്തിൻ്റെ പുത്ര, പിതാവിൻ്റെ തിരുവുള്ളമനുസരിച്ച് പരിശുദ്ധാത്മാവിൻ്റെ സഹകരണത്തോടെ അങ്ങയുടെ മരണത്താൽ ലോകത്തെ ഉജ്ജീവിപ്പിച്ചുവല്ലോ. അങ്ങയുടെ തിരുശരീരവും തിരുരക്തവും വഴി ഞങ്ങളെല്ലാ പാപങ്ങളിൽ നിന്നും തിന്മകളിൽ നിന്നും മോചിക്കണമേ. അങ്ങയുടെ കൽപ്പനകൾ എപ്പോഴും കാത്തുപാലിച്ചു പോരുവാനും അങ്ങിൽ നിന്ന് ഒരിക്കലും വേർപെടാതിരിക്കുവാനും ഞങ്ങളെ അനുഗ്രഹിക്കണമേ. ഇതാ ദൈവത്തിൻ്റെ കുഞ്ഞാട്, ഇതാ ലോകത്തിൻ്റെ പാപങ്ങൾ നീക്കുന്നവൻ. ദിവ്യ കുഞ്ഞാടിൻ്റെ വിരുന്നിന് ക്ഷണിക്കപ്പെട്ടിരിക്കുന്നവർ അനുഗ്രഹീതർ. കർത്താവേ, അങ്ങയുടെ ഭവനത്തിൽ പ്രവേശിക്കുവാൻ ഞാൻ യോഗ്യനല്ല. അങ്ങ് ഒരു വാക്ക് ഉച്ചരിച്ചാൽ മാത്രം മതി, എൻ്റെ ആത്മാവ് സുഖം പ്രാപിക്കും. അരൂപിയിലുള്ള ദിവ്യകാരുണ്യ സ്വീകരണ പ്രാർത്ഥന. ഓ എൻ്റെ ഈശോയെ, അങ്ങ് വിശുദ്ധ കുർബാനയിൽ സത്യമായും എഴുന്നള്ളിയിരിക്കുന്നുവെന്ന് ഞാൻ വിശ്വസിക്കുന്നു. എല്ലാ വസ്തുക്കളെയും കാൾ ഞാൻ അങ്ങയെ സ്നേഹിക്കുകയും എൻ്റെ ആത്മാവിൽ അങ്ങയെ സ്വീകരിക്കുവാൻ ഞാൻ ആഗ്രഹിക്കുകയും ചെയ്യുന്നു. ദിവ്യ കൂദാശയിൽ അങ്ങയെ സ്വീകരിക്കുവാൻ ഇപ്പോൾ എനിക്ക് സാധ്യമല്ലാത്തതിനാൽ അരൂപിയിൽ എൻ്റെ ഹൃദയത്തിലേക്ക് അങ്ങ് എഴുന്നള്ളി വരണമേ. അങ്ങ് എന്നിൽ സന്നിഹിതനാണെന്ന് വിശ്വസിച്ച് ഞാൻ അങ്ങയെ ആശ്ലേഷിക്കുകയും എന്നെ അങ്ങയോട് പൂർണ്ണമായി ഐക്യപ്പെടുത്തുവാൻ ആഗ്രഹിക്കുകയും ചെയ്യുന്നു. ഒരിക്കലും അങ്ങയിൽ നിന്നും അകലുവാൻ എന്നെ അനുവദിക്കരുതേ. ആമേൻ. അവർ കർത്താവിൻ്റെ പാനപാത്രം കുടിക്കുകയും ദൈവത്തിൻ്റെ സ്നേഹിതന്മാരായി തീരുകയും ചെയ്തു. നമുക്ക് പ്രാർത്ഥിക്കാം. കർത്താവേ, അപ്പസ്തലനായ വിശുദ്ധ യാക്കോബിൻ്റെ തിരുനാളിൽ അങ്ങേ ദിവ്യദാനങ്ങൾ സന്തോഷത്തോടെ സ്വീകരിച്ച ഞങ്ങളെ അദ്ദേഹത്തിൻ്റെ മധ്യസ്ഥത്താൽ അങ്ങ് സഹായിക്കുകയും ചെയ്യണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ഞങ്ങളുടെ കർത്താവായ ക്രിസ്തു വഴി ഞങ്ങൾ സമർപ്പിക്കുന്ന പ്രാർത്ഥന കേട്ടിട്ടുള്ളണമേ. ആമേൻ. കർത്താവ് നിങ്ങളോട് കൂടെ, അങ്ങേ ആത്മാവോടും കൂടെ. ശിരസ് നമിച്ച് ആശീർവാദം സ്വീകരിക്കുവിൻ. അപ്പസ്തോലിക അടിസ്ഥാനത്തിൽ ഉറച്ചു നിൽക്കുവാൻ നിങ്ങളെ അനുഗ്രഹിച്ച ദൈവം അപ്പോസ്തലനായ വിശുദ്ധ യാക്കോബിൻ്റെ മഹത്വമേറിയ യോഗ്യതകളാൽ നിങ്ങളെ കനിഞ്ഞ് അനുഗ്രഹിക്കുമാറാകട്ടെ. ആമേൻ. അപ്പസ്തോലന്മാരുടെ പ്രബോധനത്താലും മാതൃകകളാലും പരിപോഷിതരാകാൻ അനുവദിക്കപ്പെട്ട നിങ്ങളെ അവരുടെ സംരക്ഷണത്താൽ ഏവരുടെയും മുൻപിൽ സത്യത്തിന് സാക്ഷികളാകുവാൻ
അവിടുന്ന് അനുഗ്രഹിക്കുമാറാകട്ടെ. ആമേൻ. അവരുടെ പ്രബോധനം വഴി വിശ്വാസദാർഢ്യം കൈവരിച്ച നിങ്ങളെ അവരുടെ മധ്യസ്ഥത്താൽ നിത്യമായ പിതൃരാജ്യത്തിൻ്റെ ഓഹരി നേടുവാൻ അവിടുന്ന് പ്രാപ്തരാക്കുമാറാകട്ടെ. ആമേൻ. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ ത്രിയേക ദൈവത്തിൻ്റെ അനുഗ്രഹം നിങ്ങളിൽ വന്നണഞ്ഞ് എന്നും നിലനിൽക്കുമാറാകട്ടെ. ആമേൻ. പോകുവിൻ, ദിവ്യപൂജ സമാപിച്ചു. ദൈവത്തിനു നന്ദി.